പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ പാഠഭാഗമായ വാക്ക് എന്ന പാഠമാണ് ചർച്ച ചെയ്യുന്നത്. വാക്ക് ഒരു കുറുങ്കഥയാണ്. ഞങ്ങളുടെ ലോകം എന്ന ചിന്താഗതിയിൽ നിന്ന് നമ്മുടെ ലോകം എന്ന സങ്കല്പത്തിലേക്ക് നാം വളരേണ്ടതാണ് എന്നാണ് ഈ കൊച്ചു കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്തയായ സാഹിത്യകാരിയാണ് ഗ്രേസി. ചെറുകഥകളാണ് കൂടുതലും ഇവർ എഴുതിയിട്ടുള്ളത്. 1951 മൂവാറ്റുപുഴയിലാണ് ജനനം. ആലുവ UC കോളേജിൽ അധ്യാപികയായിരുന്നു. പടിയിറങ്ങിപ്പോയ പാർവതിയാണ് ആദ്യ കഥാസമാഹാരം. ഭ്രാന്തൻ പൂക്കൾ, നരകവാതിൽ, 7 പെൺകഥകൾ, പനിക്കണ്ണ്, കാവേരിയുടെ നേര്, 2 സ്വപ്നദർശികൾ, പാഞ്ചാലി എന്നിവയാണ് പ്രധാന രചനകൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ബാലസാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. വാക്ക് എന്ന ഈ കുറുങ്കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചിത്രശലഭവും യന്ത്രമനുഷ്യനുമാണ്. ഭൂമിയിൽ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളുമുണ്ട്. ജീവനില്ലാത്ത വിഭാഗത്തിലാണ് യന്ത്രമനുഷ്യൻ വരുന്നത്. ജീവനുള്ള വസ്തുക്കളുടെ സ്വപ്നങ്ങൾ, വേദനകൾ എന്നിവയെക്കുറിച്ചൊന്നും യന്ത്രമനുഷ്യന് ഒരു അറിവുമില്ല. അവരുടെ ലോകത്ത് ജീവനുള്ള വസ്തുക്കൾക്ക് ഒരു സ്ഥാനവുമില്ല. ഈ കഥയിൽ ഒരു പൂവിൻ്റെ അടുത്ത് ചെന്ന് അതിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തിട്ട് നീ ആരാണെന്ന് ചോദിക്കുകയാണ് യന്ത്രമനുഷ്യൻ. ചിത്രശലഭം ഞാൻ എന്ന് വിക്കി പറയുന്നു. ഞാൻ നിന്നെ വിശദമായി പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ചിത്രശലഭത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ആ യന്ത്രമനുഷ്യൻ മുറിച്ചെടുക്കുന്നു. പാവം ചിത്രശലഭം അത് വേദന കൊണ്ട് കരയാൻ തുടങ്ങി. തുടർന്ന് എന്തൊരു വൃത്തികെട്ട ജീവി, ഞങ്ങളുടെ ഈ ലോകത്ത് നിനക്കെന്താണ് കാര്യമെന്ന് ആ യന്ത്രമനുഷ്യൻ ചോദിച്ചതിന് ശേഷം ചിത്രശലഭത്തിൻ്റെ ഓരോ അവയവങ്ങളും വലിച്ചെറിയുകയാണ്. മനുഷ്യൻ യന്ത്രമായാൽ ഇതായിരിക്കും അവസ്ഥ. യന്ത്രമനുഷ്യന്മാരെ കുറിച്ച് നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലേ? രജനികാന്ത് അഭിനയിച്ച യന്ത്രൻ എന്ന സിനിമ യന്ത്രമനുഷ്യൻ്റെ കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നൊരു സിനിമയും നിങ്ങൾ കണ്ടിരിക്കാം. അതുപോലെ തന്നെ കുരീപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ മനുഷ്യ പ്രദർശനം എന്ന കവിതയിലും യന്ത്രമനുഷ്യന്മാരുടെ ലോകമാണ് പറയുന്നത്. യന്ത്രമനുഷ്യന്മാർ ഇവിടെ വാഴുന്ന ഒരു കാലം വന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ജീവിതം ദുസ്സഹമായി തീരും. ഈ കഥ നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭീഷണിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. യന്ത്രമനുഷ്യൻ ഹൃദയമില്ലാത്ത, കരുണയില്ലാത്ത ഒരു യാന്ത്രിക ലോകത്തിൻ്റെ പ്രതിനിധിയാണ്. നോക്കുക, യന്ത്രമനുഷ്യൻ ഹൃദയമില്ലാത്ത, കരുണയില്ലാത്ത ഒരു യാന്ത്രിക ലോകത്തിൻ്റെ പ്രതിനിധിയാണ്. ചിത്രശലഭമാകട്ടെ അതിശയകരമായ പ്രകൃതിയുടെ പ്രതീകമാണ്. ചിത്രശലഭം അതിശയകരമായ പ്രകൃതിയുടെ പ്രതീകമാകുന്നു. മൃദുലതയും സൗന്ദര്യവും നിറഞ്ഞ ഒരു കൊച്ചു ജീവിയാണ് ചിത്രശലഭം. യന്ത്രമനുഷ്യൻ ആ ചിത്രശലഭത്തെ പല കഷ്ണങ്ങളായി മുറിച്ചിട്ട് ഞങ്ങളുടെ ലോകത്ത് നിനക്ക് എന്ത് കാര്യമെന്നാണ് ചോദിക്കുന്നത്. ഒരു വലിയ ദുരന്തത്തിൻ്റെ സൂചനയാണ് ഇവിടെയുള്ളത്. പ്രകൃതിയുടെ മനോഹാരിതക്ക് യന്ത്രലോകത്ത് ഒരു സ്ഥാനവുമില്ല. ഈ കഥയിൽ നിന്ന് സാങ്കേതികത്വം നമുക്ക് ആവശ്യമാണ്. എന്നാൽ എല്ലായിടത്തും യന്ത്രങ്ങളെത്തിയാൽ മനുഷ്യത്വം, സ്നേഹം, സൗന്ദര്യം എന്നിവയെല്ലാം നമുക്ക് നഷ്ടപ്പെടും. മനുഷ്യൻ യന്ത്രമനുഷ്യനായി മാറുമ്പോൾ നശിക്കുന്നത് പ്രകൃതിയും മനുഷ്യത്വവുമായിരിക്കും. വളരെ ചെറിയൊരു പാഠഭാഗമായിരുന്നു. അധികം പഠന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ പാഠഭാഗത്തിലില്ല. ഒരു ആനിമേഷൻ ചിത്രം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർ സ്വന്തമായൊരു ആനിമേഷൻ ചിത്രമൊക്കെ നിർമ്മിക്കുമല്ലോ. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുതും കേട്ടോ.